കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ അധ്യാപകന്റെ ലൈംഗികാതിക്രമം. അമ്പലമേട് സ്വദേശി കമൽ സൗത്ത് പോലീസിന്റെ പിടിയിലായി. ഫോർട്ട് കൊച്ചി ആലുവ ബസ്സിൽ 19-കാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇപ്പോൾ ഈ പ്രതി അല്ലെങ്കിൽ ഈ അധ്യാപകൻ എവിടെയാണുള്ളത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു 19-കാരിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടന്നത്. ഈ പെൺകുട്ടി ഉടൻ തന്നെ ബഹളം വെച്ചു. ഈ ബഹളം വെച്ചതിനെ തുടർന്നാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഈ പിടിയിലായ പ്രതി കമൽ. ഉടൻ തന്നെ എറണാകുളം സൗത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതായത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ എന്നാണല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്? അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകനാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകും. എന്തായാലും പോലീസ് പ്രതിനെ, ഈ കമലിനെ ജീവനക്കാരും യാത്രക്കാരും കൂടി പിടികൂടിയതിനു ശേഷം ഉടൻ തന്നെ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. കൂടുതൽ വിവരങ്ങൾ, പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കും. അതായത് ഈ പെൺകുട്ടി ബസ്സിൽ ബഹളമുണ്ടാക്കുന്നു. ഇക്കാര്യം ഉടനെ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരടക്കം ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അവർ പിടികൂടി തടഞ്ഞു വെക്കുകയുമായിരുന്നു അല്ലേ? അതെ അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സായിരുന്നു. ഈ ബസ്സിലായിരുന്നു ഈ 19 വയസ്സുകാരി ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയോടാണ് ഇയാൾ വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ പെരുമാറിയത്. ഇതിനെ തുടർന്ന് പെൺകുട്ടി ബസ്സിൽ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു, ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടാണ് അടുത്തിരുന്ന യാത്രക്കാരും ഒപ്പം സ്വകാര്യ ബസ് ജീവനക്കാരും ഒക്കെ കുട്ടിയുടെ അടുത്തെത്തി കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇയാൾ ശ്രമിച്ചു എന്ന് കുട്ടി ഈ യാത്രക്കാരോടും ഒപ്പം ജീവനക്കാരോടും പറഞ്ഞത്. ഉടൻ തന്നെ ഇയാളെ പിടികൂടി അടുത്തുള്ള പോലീസ്, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഉടൻ തന്നെ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി, കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം.